ഒരു MGM സഹോദരിയുണ്ട്. ഉയർന്ന റാങ്കിലാണ്, സെൻട്രൽ ജയിലിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ. ഞാൻ ഒരിക്കൽ അവരെ കണ്ടിരുന്നു. അവരെന്നോട് പറഞ്ഞത്, അവരാ റാങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് അവർ നിർവഹിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ പേര് തന്നെ മറന്നുപോയി. അപ്പം ഇവരുമായി കൂടിയാലോചിച്ച് ജയിൽ വാർഡനും സൂപ്രണ്ടനും എന്ത് തീരുമാനവും ആ ജയിലെടുക്കാവൂ. പക്ഷേ പർദ്ദ ധരിച്ചു വരുന്ന, ശിരോവസ്ത്രം ധരിച്ചു വരുന്ന, ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജോലിക്കെത്തുന്ന അവരെ ഉൾക്കൊള്ളാൻ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന ചില ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പ്രയാസം. അങ്ങനെ ഒരിക്കൽ ഒരു വാർഷിക യോഗത്തിൽ ഇവർ എഴുന്നേറ്റ് നിന്ന് വളരെ രൂക്ഷമായ ശൈലിയിൽ, എങ്കിൽ മാന്യത കൈവിടാതെ ഭംഗിയായി വിഷയം അവതരിപ്പിച്ചു. നിങ്ങൾ എന്താണ് എന്നെ മനസ്സിലാക്കിയത്? അവർ ബോംബെയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ബിരുദം നേറിയ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട ഒരു റയർ സബ്ജക്റ്റിൽ PhD നേടിയിട്ടുള്ളൊരു സഹോദരിയാണ്. ഞാനിരിക്കുന്ന തസ്തികയുടെ വില എനിക്കറിയാം. ഏതൊക്കെ യോഗങ്ങളിലേക്കും എന്തൊക്കെ കാര്യങ്ങളിലേക്കും എന്നെ നിങ്ങൾ പരിഗണിക്കണമെന്നും എനിക്ക് കൃത്യമായി അറിയാം. മാസങ്ങളോളം ഞാനിവിടെ ഒന്നും അറിയാത്തവളെ പോലെ ജോലി ചെയ്തത് എവിടം വരെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നറിയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൃത്യമായി ഈ മുതിർന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് എനിക്കറിയാം. ആ സഹോദരി പറയുക, ഒരൊറ്റ വർത്തമാനം. അതിനുശേഷം തന്നോട് അന്വേഷിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ പോലും അവരോട് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷിക്കുമെന്നുള്ളതാണ്. നമുക്ക് തോന്നുകയാണ് നമ്മൾ അവഗണിക്കപ്പെടും. മുഖമക്കര ധരിച്ചും ഇസ്ലാമിൻ്റെ ഷാറുകളൊക്കെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ നമ്മൾ അവഗണിക്കപ്പെടുമെന്നാണോ? അല്ലല്ലോ. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ജീവിക്കാനാവണം.